ഇപ്പോൾ ഷഹീദ് എം ടി വാസുദേവൻ നായരുടെ വസതിയിലുണ്ട്. ഷഹീദ്, പൊതുദർശനം പാടില്ല എന്നുള്ളതാണ് എം ടിയുടെ ഈ കാര്യത്തിലെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. നാളെ വൈകുന്നേരത്തോടുകൂടി സംസ്കാര ചടങ്ങുകൾ എന്നാണ് ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. വീട്ടിലിപ്പോൾ ആരാണുള്ളത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, കോഴിക്കോട് കൊട്ടാരൻ റോഡിലെ സിത്താര എന്ന വീട്, നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന വീട്, എം ടി കാലങ്ങളായി താമസിച്ചുകൊണ്ടിരുന്ന ഈ വീട് കേരളത്തിലെ കേരളത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രമായിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടേക്കാണ് അല്പസമയത്തിനകം തന്നെ ജീവനറ്റ എം ടിയുടെ ശരീരം എത്തുക. ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ സരസ്വതി ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. മകൾ അശ്വതി ഉൾപ്പെടെയുള്ള ആശുപത്രിയിലുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരും. നമുക്കറിയാം, ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ നിരവധിയായ ആളുകൾ കോഴിക്കോട്ടെത്തുന്ന സാംസ്കാരിക പ്രവർത്തകർ, സാഹിത്യ പ്രവർത്തകർ, സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെല്ലാവരും വന്ന് സന്ദർശിച്ചുകൊണ്ടിരുന്ന ഒരു വസതിയാണ് സിതാര, കൊട്ടാരൻ റോഡിലെ സിതാര. അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അദ്ദേഹം താമസിച്ചു കൊണ്ടിരുന്നത്. അതവിടെ അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവർത്തനത്തിലും എഴുത്തിലും വായനയിലും ഒക്കെ മുഴുകിക്കൊണ്ടിരുന്ന ഒരു വീടാണ്. ആ വീട്ടിലേക്കാണ് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ എം ടി ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ജീവനറ്റ എം ടിയുടെ ചേതനേറ്റ ആ മഹാസാഹിത്യകാരൻ്റെ ശരീരം എത്തുക. ഇവിടെ ആയിരിക്കും പൊതുദർശനം. സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ പൊതുദർശനം വേണ്ട എന്നുള്ളൊരു തീരുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിലായിരിക്കും ആളുകൾ, സന്ദർശിക്കാനെത്തുന്ന ആളുകൾ വീട്ടിലേക്കായിരിക്കും എം ടി അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുക. അവിടെയായിരിക്കും എം ടിയുടെ മൃതദേഹം ഇവിടെ തന്നെയായിരിക്കും സൂക്ഷിക്കുക. അതിനുശേഷമായിരിക്കും നാളെ വൈകിട്ടോടുകൂടി സംസ്കാര ചടങ്ങുകളിലേക്ക് പോവുക. അങ്ങനെ കേരളത്തിൻ്റെ വലിയൊരു പരിച്ഛേദം, കേരള